സ്വല്പം ബുദ്ധിമുട്ടുള്ള സാധനമാണ്. സാരമില്ല, നോക്കട്ടെ. സാറിന്റെ ഒപ്പ് ഇതിലേതാണെന്നൊന്ന് പറയാവോ? കൊള്ളാം, നല്ല വേലത്തരം. ആട്ടെ, എനിക്ക് ആവശ്യമുള്ള വിവരങ്ങൾ തരാൻ എന്ത് ഫീസ് വരും? വെറും 10,000 രൂപ. 10,000 രൂപയോ? അതൊരു വലിയ സംഖ്യയാണല്ലോ സാറ്. 5,000 രൂപയായാൽ? പാടുള്ള പണിയാണ്, ഗവേഷണമല്ലേ. 10,000 രൂപയിൽ ഒരു പൈസ കുറയില്ല. 8,000? കേദാർ മഹാറാണിയുടെ സ്വത്തല്ലേ, കോടിക്കണക്കിനില്ലേ. 10,000 ചെലവായാലും ഒരു കോട്ടവും വരാനില്ല. ശരി, അതെപ്പോൾ എങ്ങനെ തരണം? പണമായിട്ട് തരാൻ ഇപ്പോൾ പിള്ളയുടെ കയ്യിലില്ലെന്ന് എനിക്കറിയാം. വിവരങ്ങൾ തരുന്നതിന് മുമ്പ് ഒരു പ്രോനോട്ട് എഴുതി തരണം, അത്ര തന്നെ. വിവരങ്ങൾ എന്ന് കിട്ടും? 3 ആഴ്ച കഴിഞ്ഞ് എന്ന് വന്നാലും തരാം. എഴുതി കവറിലിട്ട് വെച്ചിരിക്കും. പോരെ? മതി. ഇനി എന്ത് വേണം? എനിക്ക് 1,000 രൂപ കടമായി കിട്ടണം. ഇപ്പോ വേണോ? വേണ്ട, വിവരങ്ങൾ തരുമ്പോ മതി. അതും ശരിയാക്കാം. അപ്പോ ഒരു 11,000 രൂപയ്ക്ക് പ്രോനോട്ട് എഴുതി തരേണ്ടി വരും. 3 മാസമാണ് കാലാവധി. പലിശ വളരെ കുറവാണ്, 50%. അത് സാരമില്ല. ഒരു കാര്യം ഞാൻ പറയാം, പിള്ളയെ എനിക്ക് നല്ല വിശ്വാസമാണ്. നിങ്ങൾ കാര്യം നടത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എങ്കിൽ പ്രോനോട്ട് ഒപ്പിട്ട് വരാം. सफर याद आया फिर तेरा वक्त, सफर याद आया फिर मुझे जी जाए कर, याद आया हो फिर मुझे जी जाए कर। कोई ആരാ? ആരെന്ന് പറഞ്ഞില്ലല്ലോ. എന്റെ പേര് പൊടിയമ്പിള്ള, വിക്രമരാജാവല്ലേ? എന്തു വേണം? കാണാനാ, ഒന്ന് സംസാരിക്കണം. എവിടുന്നാ പറഞ്ഞേ? കൊട്ടാരത്തിൽ നിന്നാ. മഹാറാണിയുടെ പുതിയ ഡ്രൈവറാണ്. ഓഹോ, എന്താ ചാരയം വേണമെന്നുണ്ടോ? എന്താ? കഞ്ചാവ്? അപ്പോ ദുശീലങ്ങൾ ഒന്നുമില്ല? ഒന്നുമില്ല. ഒന്നുമില്ല? ഒന്നുമില്ല. കൊള്ളാവുന്നവനെന്ന് അർത്ഥം. ആട്ടെ, ഇപ്പൊ എന്താ വേണ്ടേ? പേടിക്കാതെ പറഞ്ഞോളൂ കേട്ടോ. മഹാറാണിയുടെ സ്വത്തിനെ പറ്റി ചില കാര്യങ്ങൾ സംസാരിക്കാൻ വന്നതാ. ഓഹോ, അമ്മായി സ്വത്തൊന്നും എനിക്ക് തരില്ല എന്നും പറഞ്ഞ് കൊട്ടാരത്തിൽ നിന്ന് എന്നെ പിടിച്ച് പുറത്താക്കിയതല്ലേ? അതെനിക്കറിയാം. പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നേ? സ്വത്തിന്റെ ഒരു നല്ല ഭാഗം വിക്രമൻ തമ്പുരാന് കിട്ടാൻ ചില മാർഗങ്ങളുണ്ട്. ഇപ്പോ പണത്തിന് എനിക്കത്ര അത്യാവശ്യമൊന്നും ഇല്ല. ജലജ എന്ന് പേരുള്ളൊരു സ്ത്രീയാണ് എന്റെ എല്ലാ ചെലവും നടത്തി തരുന്നത്. പിന്നെ വലിയ വലിയ ഹോട്ടലുകളിൽ ഒരു കൂട്ടം നൃത്തം നടത്തത്തില്ലേ, നഗ്ന നൃത്തം. ക്യാബ്രെന്ന പേര് കണ്ടിട്ടുണ്ടോ? ഇല്ല. പിള്ള തനി ശുദ്ധം തന്നെയാ, കാണേണ്ടതാ. നല്ല ഹര. അതിന് പിൻപാട്ട് പാടലാണ് ജലജയുടെ ജോലി. കുറച്ചു മുമ്പ് ഇവിടുന്ന് പോയതേ ഉള്ളൂ. ഇനി പാതിരേക്കാ വരിക. എന്നാലും എന്നോടുള്ള സ്നേഹത്തിന് ഒരു കുറവില്ല കേട്ടോ. എനിക്ക് അങ്ങോട്ടും അങ്ങനെ തന്നെയാ. എന്നാലും ഒരു 25 ലക്ഷം രൂപ തമ്പുരാന് കിട്ടത്തക്ക ഒരു വഴി ഞാൻ ഉണ്ടാക്കിയാലോ? ഇനിയിപ്പോ വേണ്ടാന്ന് പറയണേലും അവളോടൊന്ന് ചോദിക്കണേ. അവളിങ്ങോട്ട് വന്നോട്ടെ. അവരെങ്ങനെ? പണം കിട്ടിയാൽ തരക്കേടില്ല എന്ന തരക്കാരിയാണോ ആവോ? കുറച്ചൊക്കെ അങ്ങനെ തന്നെയാന്നാ തോന്നണേ. എപ്പോഴും പണമില്ല പണമില്ല എന്ന് പറയാറുണ്ട്. എന്നാൽ മിസ് ജലജയെ ഞാൻ ഒന്ന് കണ്ട് സംസാരിക്കട്ടെ? ആയിക്കോട്ടെ ആയിക്കോട്ടെ, അവളോട് പറയൂ ഞാനാണ് അങ്ങോട്ട് പറഞ്ഞ് അയച്ചതെന്ന്. ജലജ എന്താ പറയണോ അതങ്ങോട്ട് ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞോളൂ കേട്ടോ. തല എത്തിയോ?
ജലജ എല്ലാം എടുത്തോളൂ കേട്ടോ. അയ്യോ എന്റെ കോളാമ്പി. അപ്പോ ഇവിടെ അങ്ങ് സുഖമായി കൂടിക്കോളൂ. ഭാഗ്യവാൻ. ഇനി എല്ലാം നിന്റെ കയ്യിലാണ് കൊച്ചേ. ഇവിടത്തെ കാര്യമല്ല, അങ്ങ് കൊട്ടാരത്തിലെ കാര്യമാണ്. നീ മിടുക്കിയാണെന്ന് എനിക്കറിയാം. സുന്ദരിയാണോ അവൾ മിടുക്കിയും ആയിരിക്കും. ശരി, സുഖിച്ചോളൂ. ഞാനങ്ങ് പോയേക്കാം. പക്ഷെ ഒരു കാര്യം, ഒരുപാട് ജോലി ചെയ്യാൻ കിടക്കാണേ. ക്ഷീണിക്കണ്ട കേട്ടോ. രാജകുമാരി സൗജാ എല്ലാം ഞാൻ സമ്മതിക്കാം. പക്ഷേ നിന്നെ പിരിഞ്ഞ് ഒറ്റയ്ക്ക് ഇങ്ങനെ ജീവിക്കുന്നത് ഓർക്കുമ്പോ ഈ കുന്തത്തിൽ നിന്ന് ഇറങ്ങി പുറപ്പെടേണ്ടിയില്ലായിരുന്നു എന്ന് തോന്നുന്നു. കുറച്ചു ദിവസത്തേക്കല്ലേ, ഈ ദിവസങ്ങൾ വേഗം പോകും. എനിക്ക് ഒരു നിമിഷം പോലും നിന്നെ കാണാതിരിക്കാൻ പറ്റില്ല. എന്റെ പ്രകൃതം അങ്ങനെ ആയിപ്പോയി. ഞാനൊരു പാവമല്ലേ. മണ്ടത്തരങ്ങളൊന്നും കാണിക്കരുത്. നമ്മുടെ പദ്ധതി പൊളിക്കരുത്. സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഒളിച്ചു പോരാ. അത് പോരാ, നീ ദിവസം വരണം. എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല. നമ്മൾ വളരെ സൂക്ഷിക്കണം, അല്ലെങ്കിൽ അപകടമാണ്. ശരി, നമുക്ക് ഒന്നുകൂടി ഇറങ്ങാം. വേണ്ട, ഒരു ഉറക്കം മതി. ആൻഡ് ഗോ ടു ബെഡ്. ബിഹേവ് യുവർസെൽഫ്. ബി എ ഗുഡ് ബോയ്.